ബി ജെ പിയുടെ ഐശ്വര്യമായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബി ജെ പിയുടെ ഐശ്വര്യം എന്ന് പറയാൻ കാര്യമുണ്ട്, അത് ഞാൻ പയ്യെ പറഞ്ഞു തരാം. ഈ നമ്മുടെ നരേന്ദ്രമോദി സ്വർണം വാങ്ങരുത്, പിന്നെ അതുപോലെ തന്നെ ഡീസലും പെട്രോളും ഒക്കെ നോക്കിയും കണ്ടും ഒക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇംഗ്ലീഷിലാണ്, ഞാനത് മലയാളീകരിച്ച് പറഞ്ഞുതരാം. ഇതൊക്കെ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടുള്ള കളിയാണ്. മോദിജി ഇന്നലെ പൊതുജനങ്ങളിൽ നിന്നും ത്യാഗങ്ങൾ ആവശ്യപ്പെട്ടു. സ്വർണം വാങ്ങരുത്, വിദേശത്തേക്ക് പോകരുത്, പെട്രോൾ കുറയ്ക്കുക, പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, മെട്രോയിൽ കയറുക, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക. ഇവ പ്രസംഗങ്ങളല്ല, പരാജയത്തിൻ്റെ തെളിവുകളാണ്. 12 വർഷത്തിനുള്ളിൽ അദ്ദേഹം രാജ്യത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. എന്ത് വാങ്ങണം, എന്ത് വാങ്ങരുത്, എവിടേക്ക് പോകണം, എവിടേക്ക് പോകരുത് എന്ന് പൊതുജനങ്ങളോട് പറയേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളുടെ പറയാം. 1967 ഇന്ദിരാഗാന്ധി വിദേശ നാണയ ക്ഷാമം രൂക്ഷമായ സമയത്ത് നാഷണൽ ഡിസിപ്ലിൻ എന്ന പേരിൽ സ്വർണം ഏത് രൂപത്തിലും വാങ്ങരുതെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തു. പിന്നീട് 1968 ഗോൾഡ് കൺട്രോൾ ആക്ട് കൊണ്ടുവന്നു. ആര്? ഇന്ദിരാഗാന്ധി. ഇനി 2012-2013 UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പി ചിദംബരം. 2013 ധനമന്ത്രിയായ ചിദംബരം പലതവണ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ രൂപ കൊടുക്കുന്നു, ഞങ്ങൾ ഡോളർ തരണം, അതുകൊണ്ട് സ്വർണം വാങ്ങരുത്. ഇതോടൊപ്പം സ്വർണത്തിൻ്റെ ഇറക്കുമതി ഡ്യൂട്ടി 6%, 8%, 10% ഒക്കെ ആക്കി ഒന്നിലധികം തവണ ഉയർത്തി. പിന്നെ 1970കളിൽ ഓയിൽ ക്രൈസിസ് സമയത്ത് ഇന്ധന സംരക്ഷണത്തിനായി ക്യാമ്പയിനുകളും റേഷനിങ് ചർച്ചകളും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അതൊന്നും അന്ന് പ്രത്യേകിച്ച് വൈറലൊന്നും ആയിട്ടില്ല. അറിയാലോ, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ആയതുകൊണ്ടാണ് ഇവന്മാരൊക്കെ എടുത്തിട്ട് അലക്കുന്നത്. ഇത് പണ്ടേ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് ആദ്യമായിട്ട് നടക്കുന്നതൊന്നും അല്ല. 2008-2012 ക്രൂഡ് ഓയിൽ വില ഉയർന്ന കാലഘട്ടത്തിലും ധനമന്ത്രി, പെട്രോളിയം മന്ത്രിമാർ ഇന്ധന ലാഭം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല. നമ്മുടെ കാലഘട്ടത്തിൽ പോലും, അതായത് UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പോലും ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയാണോ നാളെ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ ഒക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തി BJPയുടെ ഐശ്വര്യമാണെന്ന്. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്നാണെന്നറിയോ? കേരളത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പോലും ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിനെ പോലുള്ളവർക്കൊന്നും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് വലിയ വലിയ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്.